വിവോയുടെ വിവോ Y100 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y100 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y100 4Gയിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. E4 AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1800 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്രിസ്റ്റൽ ബ്ലാക്ക് അതുപോലെ തന്നെ ബ്രീസ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോൺ ഏകദേശം 20,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും അതുപോലെ തന്നെ 256GB ഇന്റർണലൊക്കെ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നില്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുക്കായിരുന്നു. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വിവോ V30 ലൈറ്റ് എന്നൊരു സ്മാർട്ട് ഫോൺ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ $250 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 20,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില ഇത്രയും കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഈവൻ ഒരു ഓഫ്ലൈൻ ഫോണായിട്ട് ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും. അപ്പം ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടായിരിക്കും പൊതുവേ ഫോണുകൾ ലോഞ്ച് ചെയ്യുക ഓഫ്ലൈൻ മാർക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ. എന്തായാലും വിവോയുടെ വിവോ Y100 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.